നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു പൃഥ്വീസ് ചാനൽസ്. ഒരുപാട് കാലമായി നിങ്ങളുമായിട്ടൊരു വീഡിയോ ഉണ്ടാക്കിയിട്ട് സോ അതുകൊണ്ട് ഞാൻ തിരിച്ച് വന്നൊരു വീഡിയോ ഇന്ന് ഉണ്ടാക്കാമെന്ന് വെച്ചു. വേറൊന്നുമല്ല, നമ്മുടെ ബലേനോയിൽ പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത ഫോഗ് ലാമ്പ് DRL എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ സാധനത്തിൻ്റെ കുറച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് കരുതി അങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. സോ ടോക്കിംഗ് അബൌട്ട് ദിസ് പ്രോഡക്റ്റ്, ഈ പ്രോഡക്റ്റ് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. സോ നിങ്ങളുടെ ഒരു പ്രിവ്യൂ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു, നമ്മുടെ വീഡിയോന് മുന്നിൽ കണ്ടൊരു പ്രിവ്യൂ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിന് ഓൾമോസ്റ്റ് വന്ന കോസ്റ്റ് എന്ന് വെച്ചാൽ 3995 റുപ്പീസ്, അതായത് 3995 റുപ്പയാണ് ഈ പ്രൊഡക്റ്റിന് വന്ന എമൗണ്ട് എന്ന് പറയുന്നത്, ഇൻക്ലൂഡിങ് ഷിപ്പിംഗ്. സോ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി നിയോൺ ടൈപ്പ്, ഒരു നിയോൺ ടൈപ്പ് സിസ്റ്റമാണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. നിയോൺ ടൈപ്പ് എന്ന് പറയുമ്പോൾ SMD ചിപ്പ് എന്ന് വെച്ചാൽ LED അല്ല, LED കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള, എന്നാൽ LED പോലെ തന്നെ ഓൾമോസ്റ്റ് ഫംഗ്ഷനിലേക്ക് വരുന്ന ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ചിപ്പ് യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു DRL ഈ SMD ചിപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ബലേനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ബലേനോയുടെ 2 തരത്തിലുള്ള DRLs നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. മൊത്തം നോക്കിയാൽ മൂന്ന് ടൈപ്പ് അവൈലബിൾ ആണ്. 2 ടൈപ്പ് LED ടൈപ്പും ഒന്നിപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ കണ്ടിരിക്കുന്ന ടൈപ്പുമാണ്. ഈ ഒരു ടൈപ്പിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഇത് നമുക്ക് കുറച്ചും കൂടി ഒരു ബെറ്റർ ലുക്സ് നമുക്ക് കിട്ടുന്നു വാഹനത്തിന് എന്നുള്ളതാണ്. അതുമാത്രമല്ല LED ആകുമ്പോൾ ഈ കേസ് ഇതിലൊരു സ്ട്രിപ്പ് നമുക്ക് പോയി കഴിഞ്ഞാൽ വളരെ മോശമായിട്ട് ലുക്കായിരിക്കും വണ്ടിക്ക് പിന്നെ ഉണ്ടാകുക. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂസ് വരുന്നില്ല. വളരെ നല്ല രീതിയിലുള്ളൊരു എന്താ പറയേണ്ട ഒരു നല്ല വൃത്തിയിലുള്ളൊരു ഇൻസ്റ്റാളേഷൻ തന്നെയാണ്, വൃത്തിയിലുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണിത്. മാത്രമല്ല നിയോൺ ആകുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ലുക്ക്, ഒരു സ്റ്റോക്ക് ലുക്ക് വണ്ടിക്ക് കിട്ടുകയും ചെയ്യും. മീൻസ് കമ്പനിയിൽ നിന്നുള്ളൊരു ലുക്ക് നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഈ പ്രൊഡക്റ്റിൻ്റെ ഗുണം. ഈ പ്രൊഡക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഒരു തരത്തിലുള്ള വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എവറിത്തിങ് ഈസ് ഡൺ. എല്ലാം ചെയ്തിരിക്കുന്നത് നമ്മുടെ വാറണ്ടി കൂടി കൺസിഡർ ചെയ്തുകൊണ്ട്. അത് മാത്രമല്ല, അതായത് വാറണ്ടിയുടെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാലും നമുക്കൊരു ഇഷ്യൂസ് ഇല്ലാത്ത രീതിയിലാണ് ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സോ വാറണ്ടി ഇഷ്യൂസിൻ്റെ കാര്യങ്ങളൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. സോ നമുക്കിനി ആ വീഡിയോൻ്റെ ഇൻസ്റ്റാളേഷൻ വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണ് അത് ചെയ്തതെന്ന് നമുക്ക് ആ വീഡിയോയിലേക്ക് ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞുതരാം. ബിക്കോസ് നിങ്ങൾക്കും ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. വീഡിയോ കാണുന്നതിന് മുന്നേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലിൻ്റെ സിമ്പിൾ തീർച്ചയായിട്ടും പ്രസ് ചെയ്തിരിക്കുക. ബിക്കോസ് വിത്തൗട്ട് ദാറ്റ് നിങ്ങൾക്ക് എന്താ പറയണ്ടേ, ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് നിങ്ങളുടെ മുന്നിൽ എത്തണമെങ്കിൽ നിങ്ങൾ ആ ബെൽ നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്തിരിക്കണം. അത് പ്രസ് ചെയ്യാൻ മറക്കാതിരിക്കുക. എന്തായാലും നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. Might have already seen the working of the DRL, so we are now on to the connection details. So as we can see, the connections that are the following are the connections that are involved in this DRL. So talking about the first connection is the positive connection that is actually used to run the white DRL. This is the red one and is connected to this particular relay. I haven't cut any wires or haven't stripped off any wires. The connection is all direct and the negative connection goes to this particular screw right over there. So you don't have to worry about warranty issues as well. So that is with the DRLs, I mean with the white ones. DRLs, the white light that needs to be on the daytime. Now talking about the indicator connections, the indicator has been connected to this particular, as you can, this is the indicator. So what the electrician does is that is actually used a coupler device. It's actually called as coupler to connect these two wires. I mean the indicator wire to the wires that actually goes to the DRL. So that way also you are not going, I mean you are not cutting off, you are not going to cut off your warranty and you don't be having any warranty issues in the future as well. Even if you need to revert back to the original settings of the car, you can do it. So this is with the connection. Same connection is present to the other side also, for the right side or the driver side indicator as well. So you don't have to worry about warranty issues as well. This is how you need to connect these DRLs and it's very easy and you don't have to worry about warranty or any issues as well. ഈ വീഡിയോ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംശയങ്ങൾ തീർച്ചയായിട്ടും വരാം. സോ സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം. ഡിസ്ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രം എന്താ ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടതെന്ന് എനിക്കും മനസ്സിലാവും. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബിക്കോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾക്ക് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നല്ല യൂസ്ഫുൾ വീഡിയോസ് മിസ്സാകാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്തുന്നതായിരിക്കും.